ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. എന്നും നമ്മൾ നോർമലായിട്ട് ടീയും കോഫിയും ഒക്കെ കുടിക്കുന്നതിന് പകരം ഒരു ജെല്ലി കോഫി ആയി എങ്ങനെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഇന്ന് നമുക്കൊരു ജാപ്പനീസ് ജെല്ലി കോഫി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് കോഫിക്ക് വേണ്ട ജെല്ലി പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ജെല്ലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഇതിന് പകരം ജെലാറ്റിനോ അഗർ പൗഡറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എടുത്ത ഈ ചൈന ഗ്രാസ് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തെടുത്തു. ദെൻ ഇത് കംപ്ലീറ്റ് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം ചൂടായി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം തന്നെ നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. കാരണം ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്തത്, അതൊന്ന് തണുക്കുമ്പോഴേക്കും തന്നെ സെറ്റായി വരും. അതുകൊണ്ട് നമ്മളിത് ചൂടോടെ കൂടി തന്നെ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടൊരു 4 മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അത് സെറ്റ് ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ അടുത്ത ലെയർ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ക്രീം എടുക്കുക. ക്രീം ജസ്റ്റ് 1 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ അവർക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്കത് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ഈ കോഫി ജെല്ലീൻ്റെ ടോപ്പ് ലെയർ ആയിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഇത് ഫില്ലാകുന്നവരെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജാപ്പനീസ് ജെല്ലി കോഫി ഇതോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ക്രീമും ജെല്ലിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ ജെല്ലിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടെയാണ്. അപ്പം നമ്മളെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.